ഒടുവിൽ ഒരാളെ അഷ്റഫ് കണ്ടെത്തി. ദുബായിൽ രാജകുടുംബവുമായി പോലും ബിസിനസ് പാർട്ണർഷിപ്പുള്ള ഒരു മലയാളി. വമ്പൻ ബിസിനസ്സുകളാണ് അദ്ദേഹം ചെയ്യുന്നത്. വിഷയം അഷ്റഫ് അവതരിപ്പിച്ചു. ഇങ്ങനെ ഉദയ സ്റ്റുഡിയോയിൽ ഒരു പാർട്ണർഷിപ്പ് എടുക്കാമോ? എങ്കിൽ നിങ്ങൾ മുടക്കുന്നതിന് നിങ്ങൾക്ക് 49% കമ്പനിയുടെ ഷെയർ തരും, 51% ബോബനും. നന്നായി പോകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരുപാട് സിനിമകൾ ആലപ്പുഴയിൽ വരും. അപ്പോൾ അയാൾ അതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹവും സമ്മതിച്ചു. ഞാൻ പൈസ മുടക്കാം, ആലപ്പുഴയിൽ വന്ന് ഞാൻ ബോബനെ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ബോബനെ കാണാനായി ദുബായിൽ നിന്നും ആലപ്പുഴയിലെത്തുകയും അഷ്റഫും ബോബനും പാർട്ണറുമായിട്ടിരുന്ന് സംസാരിച്ചു. ബോബൻ കുഞ്ചാക്കോയുടെ സമീപനം ഇൻവെസ്റ്റർക്ക് വലിയ സന്തോഷമുണ്ടാക്കി. കാരണം നന്നായിട്ട് മാന്യമായിട്ട് പെരുമാറി. കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, കാശ് മുടക്കാൻ ഞാൻ റെഡി, എല്ലാം ഞാൻ അഷ്റഫിന് വിട്ടു തരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യാത്ര പറഞ്ഞു. മടങ്ങും മുമ്പ് ആ ബിസിനസ്സുകാരൻ അഷ്റഫിനോടൊരു കാര്യം പറഞ്ഞു. ഞാൻ എന്ത് നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു ജോത്സ്യനുണ്ട്, അദ്ദേഹത്തോട് എനിക്ക് അനുവാദം വാങ്ങാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെയും അത് വേണം. അതിന് ചില കാരണങ്ങളുണ്ട്. അസുഖബാധിതനായി മരിച്ചു പോകുമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ ആളായിരുന്നു ഞാൻ. ഈ ജ്യോത്സ്യൻ എന്നെ കാണാൻ വന്നു. എൻ്റെ നാഡിയൊക്കെ പിടിച്ച് പരിശോധിച്ചിട്ട് പറഞ്ഞു, നിനക്കിനിയും ആയുസ് ധാരാളമുണ്ട്. ഈ മരണക്കിടക്കിൽ നിന്നും നീ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും മടങ്ങി വരും എന്നെനിക്ക് ഉറപ്പ് വന്നു. ദുബായ്ക്കാരൻ്റെ ജീവിതത്തിൽ അവിശ്വസനീയമായത് സംഭവിച്ചു. ശാസ്ത്രം ജ്യോത്സ്യൻ്റെ മുന്നിൽ തോറ്റു തുന്നം പാടി. ദുബായ്ക്കാരൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്നു. അതുകൊണ്ടാണ് ഈ ജ്യോത്സ്യൻ പറയുന്നതല്ലാതെ ഒരു കാര്യവും ആ ബിസിനസ്സുകാരൻ ചെയ്യില്ല. അതിനുശേഷം എന്ത് ചെയ്താലും ശരി, അദ്ദേഹം ഒരുപാട് സംരംഭങ്ങൾ അതിനുശേഷം തുടങ്ങി. ആ തുടങ്ങിയതൊക്കെ ജ്യോത്സ്യനോട് ചോദിച്ചിട്ട് അദ്ദേഹം ഓക്കെ പറയാതെ ഒന്നും ചെയ്തിട്ടില്ല. അത് കേട്ടപ്പോൾ അഷ്റഫ് പറഞ്ഞു, ഞാനെന്താ, നിങ്ങൾ ജ്യോത്സ്യനോട് സംസാരിക്കൂ, അദ്ദേഹം പറയട്ടെ. അങ്ങനെ ഇതൊക്കെ ഓരോ മനുഷ്യരുടെ വിശ്വാസമല്ലേ. നിങ്ങൾ ജ്യോത്സ്യനെയൊന്നും കാണണ്ട, അഷ്റഫിനെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് കേട്ട് എടുത്തുകൂടെ എന്നൊന്നും അഷ്റഫ് ചോദിച്ചില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് ദുബായ്ക്കാരൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായ്ക്ക് പറന്നു. 2 നാൾ കഴിഞ്ഞ് അയാൾ ആലപ്പുഴ അഷ്റഫിനെ വിളിച്ചു. എൻ്റെ ജ്യോത്സ്യന് ആ സ്ഥലം ഒന്ന് കാണണമെന്ന് പറയുന്നു. അതിനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് അഷ്റഫ് പറഞ്ഞു. അപ്പം ബാംഗ്ലൂരിൽ നിന്നാണ് ഈ ജ്യോത്സ്യം വരുന്നത്. ബോബൻ കുഞ്ചാക്കോയെ വിളിച്ച് അഷ്റഫ് കാര്യം പറഞ്ഞു. ഇങ്ങനെയാണ്, അയാളുടെ ഒരു ജ്യോത്സ്യനുണ്ട്, അദ്ദേഹം പറഞ്ഞ് ഓക്കെ പറഞ്ഞാൽ മാത്രമേ അദ്ദേഹം വാങ്ങുകയുള്ളൂ, അയാൾക്ക് ഈ സ്റ്റുഡിയോ കാണണമെന്ന് പറയാണ്. അതിനെന്താ വിളിച്ചുകൊണ്ടെന്ന് അഷ്റഫ് കാണിക്കൂ എന്നായി ബോബൻ കുഞ്ചാക്കോ. കൊച്ചി എയർപോർട്ടിൽ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അഷ്റഫ് ചെന്നു. നേരിട്ട് ജ്യോത്സ്യനെ സ്വീകരിച്ച് കാറിലേക്ക് കയറ്റി. ഏതാണ്ട് 80 വയസ്സ് പ്രായം വരും. ഒരു അവശനായ ഒരു ചെറിയ മനുഷ്യൻ. പ്രശസ്ത ചിത്രകാരൻ എം.എഫ്. ഹുസൈനുമായി നല്ല രൂപസാദൃശ്യമുണ്ട് എന്നാണ് അഷ്റഫ് പറയുന്നത്. ഈ ജ്യോത്സ്യൻ സിലോൺ, ബർമാൻ, നേപ്പാൾ തുടങ്ങിയ കുടുംബങ്ങളുടെ, ഈ രാജ്യങ്ങളുടെയൊക്കെ രാജാക്കന്മാരുടെ ജ്യോത്സ്യനായിരുന്നു ഇദ്ദേഹം. സ്ഥിരം ജ്യോത്സ്യൻ. കർണാടകക്കാരനാണ്. ഹിന്ദിയും മലയാളവും കന്നഡയും എല്ലാം കൂടെ ചേർത്ത്, തമിഴും എല്ലാം കൂടെ ചേർത്ത ഒരു ഭാഷയിലാണ് അഷ്റഫിനോട് ആ ജ്യോത്സ്യൻ സംസാരിച്ചത്. ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിൽ അഷ്റഫ് അദ്ദേഹത്തിന് റൂം വിളിച്ച് ബുക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തെ അവിടെ താമസിപ്പിച്ചു. നാളെ രാവിലെ പുതിയ സ്റ്റുഡിയോ കാണാമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഹോട്ടലിൽ നിന്നും അദ്ദേഹത്തെയും കൂട്ടി അഷ്റഫ് കാറിൽ ഉദയയിലെത്തി. ഉദയയിലെത്തുമ്പോൾ ഉദയയുടെ ഓഫീസിൻ്റെ മുന്നിൽ ബോബൻ കുഞ്ചാക്കോയും ഭാര്യയും ഇവർ രണ്ടുപേരും കാത്തു നിന്നു. കാരണം എങ്ങനെയെങ്കിലും ഈ സ്റ്റുഡിയോ നന്നാക്കിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ സ്റ്റുഡിയോ വിറ്റില്ല എങ്കിൽ നിലനിൽപ്പ് തന്നെ പ്രശ്നമാണ്. അതുകൊണ്ടായിരിക്കണം അവർ രണ്ടുപേരും വന്ന് കാത്തു നിന്നു. കാറിലിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ബോബൻ കുഞ്ചാക്കോയ്ക്കും ഭാര്യയ്ക്കും അഭിവാദ്യം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കാർ കുറച്ചുകൂടി മുന്നോട്ടെടുക്കാൻ പറഞ്ഞു. അഷ്റഫ് കാർ കുറച്ചുകൂടി മുന്നിലോട്ട് നീക്കി. അപ്പോൾ കാറിങ്ങനെ പതുക്കെ മുന്നോട്ട് ചെല്ലുമ്പോൾ പുതിയ സ്റ്റുഡിയോയ്ക്കകത്തുള്ള ഒരു തിയേറ്ററിൻ്റെ മുന്നിലാണ് കാർ എത്തിയത്. അപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു, നിർത്തൂ എന്ന് പറഞ്ഞു.
കാറ് നിന്നു. ജോത്സ്യൻ അവിടെ ഇറങ്ങി. ഒരു മുഴം നീളമുള്ള ഒരു ലാത്തി പോലുള്ള ഒരു വടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഈ മാന്ത്രിക ദണ്ഡെന്നൊക്കെ പറയില്ലേ, മജീഷ്യന്മാരിയിരിക്കുന്നത്, അതുപോലത്തെ ഒരു വടിയുമായിട്ട് ഈ ജോത്സ്യൻ വളരെ വേഗം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര സ്പീഡിൽ നടക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കുമെന്ന് അഷ്റഫ് വിചാരിച്ചില്ല. ഇത്രയുള്ള ഒരു അടി നീളമുള്ള ആ വടിയുമായിട്ട് വളരെ വേഗത്തിൽ അദ്ദേഹം ആ തിയേറ്ററിൻ്റെ മുന്നിലൂടെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. പല വശങ്ങളിലൂടെ അദ്ദേഹം നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ആയിട്ട് ക്രോസായിട്ടും ഒക്കെ നടക്കുകയാണ്. ദൂരെ ഓഫീസിൻ്റെ അവിടെ നിന്നുകൊണ്ട് ബോബൻ കുഞ്ചാക്കോയും ഭാര്യയും ഈ കാഴ്ച കാണുന്നുണ്ട്. കാറിൽ ചാരിൽ നിന്ന് അഷ്റഫും ഈ കാഴ്ച കാണുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു. അദ്ദേഹം ശരവേഗത്തിൽ വന്ന് ഒരു 10-20 മിനിറ്റ് എടുത്തു അദ്ദേഹം ചുറ്റും ഓടി നടന്ന് കാണാൻ. അത് കഴിഞ്ഞ് വന്നിട്ട് ആലിപ്പ് അഷ്റഫിൻ്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഈ സ്റ്റുഡിയോ ആര് വാങ്ങിയാലും ശരി, അയാൾ 6 മാസത്തിനകം കൊല്ലപ്പെട്ടിരിക്കും. അത് മരണമാണോ ആത്മഹത്യയാണോ കൊലപാതകമാണോ അതൊന്നും എനിക്കറിയില്ല. 6 മാസമേ പിന്നെ അയാൾക്ക് ജീവനുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ആ 80 വയസ്സായ വന്ധ്യവയോധികനായ ആ ജോത്സ്യൻ ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നു. എന്തോ കണ്ട് പേടിച്ചതുപോലെ അദ്ദേഹം കിതയ്ക്കുന്നു. 6 മാസത്തിനകം ഇത് വാങ്ങുന്നവൻ ചത്തുപോകും എന്നുള്ള വാക്ക് ജോത്സ്യൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ അഷ്റഫ് ഈ കാറ്റുപോയ ബലൂണ് പോലെയായി. ചില്ല് കൊട്ടാരം, എൻ്റെ സ്വപ്ന കൊട്ടാരം തകർന്നു വീഴുകയാണല്ലോ എന്നായിരിക്കും അഷ്റഫിൻ്റെ മനസ്സിൽ തോന്നിയത്. നിരാശനായി നിൽക്കുന്ന അഷ്റഫിനോട് ആ വൃത്തൻ ചോദിച്ചു, ഞാൻ പറഞ്ഞത് അഷ്റഫിന് വിഷമമായോ? മറ്റൊന്നുമല്ല, ജീവൻ വെടിഞ്ഞൊരു പെണ്ണിൻ്റെ ദയനീയമായ നിലവിളി ഞാൻ ഈ സ്റ്റുഡിയോയ്ക്ക് ചുറ്റും കേൾക്കുന്നു. ആലോചിച്ച് നോക്കൂ. അദ്ദേഹം കർണാടകക്കാരനാണ്. ഈ ഉദയ സ്റ്റുഡിയോ എന്നാണ് ഇതിൻ്റെ പേരൊന്നും പോലും അദ്ദേഹത്തിന് അറിയില്ല. കുഞ്ചാക്കോയെ അറിയില്ല. ഇവിടെ ആരൊക്കെ അഭിനയിക്കാമെന്നോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ജീവൻ വെടിഞ്ഞൊരു പെണ്ണിൻ്റെ ദയനീയമായ നിലവിളി ഞാൻ ഈ അന്തരീക്ഷത്തിൽ കേൾക്കുന്നു. അത് കേട്ട അഷ്റഫ് പെട്ടെന്ന് ഞെട്ടി. കാരണം പെട്ടെന്ന് അഷ്റഫിൻ്റെ മനസ്സിലേക്ക് വിജയശ്രീയുടെ മുഖം തെളിഞ്ഞു വന്നു. വിജയശ്രീ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു, കൊന്നതാണെന്ന് പറയുന്നു, വിഷം കൊടുത്തതാണെന്ന് പറയുന്നു, സ്വയം വിഷം കുടിച്ചതാണെന്ന് പറയുന്നു, ഒന്നും നമുക്കറിയില്ല. ഇപ്പോഴും അതൊരു എന്താ പറയുക, ദുരൂഹതയിൽ നിൽക്കുന്ന മരണമാണല്ലോ. അഷ്റഫിൻ്റെ മനസ്സിലേക്ക് വിജയശ്രീയുടെ മുഖം പെട്ടെന്ന് ഓടി വന്നു. നിരവധി സ്ത്രീകളുടെ ശാപമുണ്ട് ഈ മണ്ണിന് എന്നും കൂടി ജോത്സ്യം പറഞ്ഞു. ഈ നമ്മളിൽ നിൽക്കുന്ന ഈ സിനിമ സ്റ്റുഡിയോ എന്ന് പറയുന്നില്ലേ, ഈ മണ്ണിൽ നിരവധി സ്ത്രീകളുടെ ശാപമുണ്ട്, കണ്ണീരിൻ്റെ കഥകളുണ്ട്. ആ ശാപം ഈ മണ്ണിനെ ഗ്രസിച്ചിരിക്കുന്നു എന്നാണ് ജോത്സ്യം പറയുന്നത്. എന്ത് പറയാനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ഞാൻ നോക്കി അറിയിക്കാം. അയാളൊന്നും പറയാതെ ചാടി ബോബൻ കുഞ്ചാക്കോയോടോ ഭാര്യയോടോ യാത്ര പോലും പറയാതെ അദ്ദേഹം ചാടി കാറ് കയറി. അഷ്റഫും കാറ് കയറി എയർപോർട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കയറ്റി വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് വാങ്ങാമെന്ന് പറഞ്ഞിരുന്ന ദുബായ്ക്കാരൻ വിളിച്ചു അഷ്റഫിനെ. തൻ്റെ നിസ്സഹായാവസ്ഥ അയാൾ പറഞ്ഞു. കാരണം എൻ്റെ ജോത്സ്യൻ ഇത് വാങ്ങണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് വാങ്ങാൻ കഴിയില്ല. കാരണം ഞാൻ അത്രയും എൻ്റെ ഒരു ആത്മീയ ഗുരുവായിട്ടാണ് അദ്ദേഹത്തെ കരുതുന്നത്. ഈ കഥകൾ ബോബൻ കുഞ്ചാക്കോയോട് എങ്ങനെ പറയും? ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ബോബൻ അഷ്റഫിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചത്. ഇക്കാര്യം ബോബനോട് ആലിപ്പ് അഷ്റഫ് പറഞ്ഞതേയില്ല. മാസങ്ങൾക്ക് ശേഷം ഉദയ സ്റ്റുഡിയോ കൊച്ചിയിലെ ഒരു ബിസിനസ്സുകാരൻ, ഒരു ചെറുപ്പക്കാരൻ വാങ്ങി. 52 വയസ്സേ ഉള്ളൂ. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ ഉദയ സ്റ്റുഡിയോ വാങ്ങി. എനിക്ക് തോന്നുന്നു തവള കയറ്റുമതിയോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്, ഒരു എക്സ്പോർട്ടറായിരുന്നു. പക്ഷേ 6 മാസം കഴിയുന്നതിനിടയിൽ ഉദയ സ്റ്റുഡിയോ വാങ്ങിയ ആ 52 വയസ്സുകാരനായ നല്ല ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ നിന്ന നിപ്പിൽ വീണ് മരിച്ചു. അതറിഞ്ഞ ആലിപ്പ് അഷ്റഫ് ഞെട്ടി. കാരണം എൻ്റെ സുഹൃത്തായ ആ ദുബായ്ക്കാരന് സംഭവിക്കേണ്ടതാണല്ലോ ഈ കൊച്ചിക്കാരന് സംഭവിച്ചത് എന്ന് ഒരു നിമിഷം അഷ്റഫ് ആലോചിച്ചു. ആ വയോവൃദ്ധനായ ജോത്സ്യൻ്റെ പ്രവചനം അതുപോലെ നടന്നല്ലോ എന്ന ചിന്ത അഷ്റഫിനെ വല്ലാണ്ടാക്കി. കൊച്ചിയിലെ ആ മരണ വീട്ടിൽ ബോബൻ കുഞ്ചാക്കോയോടൊപ്പം അടിയന്തരത്തിന് അഷ്റഫ് കൂട്ടുപോയി. അദ്ദേഹത്തിന് എന്തായാലും പോകണം, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ വാങ്ങിയ ആളല്ലേ, അതുകൊണ്ട് അദ്ദേഹം പോയപ്പോൾ കൂടെ പോയി. തിരിച്ച് ആലപ്പുഴയ്ക്ക് മടങ്ങുന്ന വഴിക്ക് ചേർത്തല കാർത്തിയാനി ഹോട്ടലിൽ കയറി 2 പേരും കൂടെ ആഹാരം കഴിച്ചു. അവിടെ വച്ച് തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന
ഒരു രഹസ്യമുണ്ടെന്നും അത് ഞാൻ പറയട്ടെ എന്നും ബോബനോട് അഷ്റഫ് ചോദിച്ചു. പറയാൻ പറഞ്ഞു. ആലിപ്പ അഷ്റഫ് ആ ജോത്സ്യൻ പറഞ്ഞ മൊത്ത സംഭവ കഥകൾ ആദ്യമായി ബോബൻ കുഞ്ചാക്കോട് പറഞ്ഞു. എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന ബോബൻ കുഞ്ചാക്കോ അല്പനേരം മിണ്ടാതിരുന്നു. എന്നിട്ട് അദ്ദേഹം മെല്ലെ പറഞ്ഞു, എന്നാലേ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. പറയൂ എന്നായി അഷ്റഫ്. അതിശയത്തോടെ അഷ്റഫ് ബോബനെ നോക്കിക്കൊണ്ടിരുന്നു. ബോബൻ അലക്ഷ്യമായി ഒരു സിഗരറ്റ് കത്തിച്ച് 2-3 തവണ പുകയെടുത്ത ശേഷം അഷ്റഫിനെ തുറച്ചു നോക്കി അദ്ദേഹം. എന്നിട്ട് തിരിച്ചൊരു കഥ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു. ഞങ്ങളുടെ ജോത്സ്യൻ എന്നോട് എന്താ പറഞ്ഞതെന്നറിയാമോ? അപ്പോൾ ബോബൻ കുഞ്ചാക്കോയ്ക്കും ഉണ്ട് ജോത്സ്യൻ. ആ ജോത്സ്യൻ ബോബനോട് പറഞ്ഞത് പറയട്ടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കേൾക്കാനുള്ള ആകാംക്ഷയിൽ അഷ്റഫ് ഇരുന്നു. ഈ സ്ഥലം നിങ്ങളുടെ തലയിൽ നിന്ന് പോയാലേ നിങ്ങൾ രക്ഷപ്പെടൂ എന്നാണ് ഞങ്ങളുടെ ജോത്സ്യൻ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഉദയ സ്റ്റുഡിയോ വിൽക്കാൻ തീരുമാനിച്ചത്. ഉദയ വിറ്റ ശേഷം കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൻ അനിയത്തിപ്രാവിലൂടെ നടനായി താരമായി വളരുകയും കോടികൾ പ്രതിഫലം പറ്റുന്ന ആളായി മാറുകയും ബോബൻ കുഞ്ചാക്കോ ഉണ്ടാക്കി വെച്ച ബാധ്യതകളെല്ലാം തീർക്കുകയും സമ്പന്നമായ ഒരു യാത്രയെ പച്ചന് നൽകാനും കുഞ്ചാക്കോ ബോബന് കഴിഞ്ഞു എന്ന് പറയാം. കാരണം പഴയ പ്രതാപമെല്ലാം കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ നിന്ന് നേടിയെടുത്തു. ഉദയ സ്റ്റുഡിയോ പോയി എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഉദയ സ്റ്റുഡിയോ പിന്നെ എന്തുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ വാങ്ങിയില്ല എന്നൊക്കെ ഇവിടെ ഒരുപാട് യൂട്യൂബ് കഥകളിൽ ചോദിക്കാറുണ്ട്. അദ്ദേഹം വാങ്ങാത്തത് ബോബൻ കുഞ്ചാക്കോ പറഞ്ഞതുപോലെ ശാപം പിടിച്ച ഈ സ്ഥലത്തിൻ്റെ ഇത് നിങ്ങളുടെ തലയിൽ നിന്ന് പോകാതെ നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചായിരിക്കാം കുഞ്ചാക്കോ ബോബൻ ഉദയ വാങ്ങാത്തത്. ഈ 2 കഥകൾ നിങ്ങൾ കേട്ടപ്പോൾ എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു എവിടെയൊക്കെയോ എന്തൊക്കെയോ നമുക്ക് അറിഞ്ഞുകൂടാത്ത അദൃശ്യമായ ഒരു ശക്തി ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഈ 2 കഥകൾ ഞാൻ പറയാൻ കാരണം അടുത്ത ഒരു കഥ പറയാനാണ്. നനച്ചിരിക്കാതെ ഞാൻ കേട്ട ഒരു കഥ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ 2 കഥകൾ പറഞ്ഞത്. സിനിമാ രംഗത്ത് ഹതഭാഗ്യയായ ഒരു സിനിമാക്കാരിയെ പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ പെട്ടെന്ന് കയറി പറയും വിഗതകുമാരിയിലെ നായികയായിരുന്ന റോസി ആയിരിക്കും എന്ന് പറയും. കാരണം സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ തിരുവനന്തപുരം വിട്ടു പോകേണ്ടി വന്ന, പലായനം ചെയ്യേണ്ടി വന്ന ഒരു ഹതഭാഗ്യമാണല്ലോ അവർ. അങ്ങനെ പറയും. വേറെ ചിലപ്പോൾ പറയും 21 വയസ്സും 2 മാസവും 9 ദിവസവും പ്രായമുള്ളപ്പോൾ വിഷം കഴിച്ചാണോ വിഷം കൊടുത്താണോ എന്നറിഞ്ഞ കൊല്ലപ്പെട്ട വിജയശ്രീയാണെന്ന് പറയും. ആ ഹതഭാഗ്യ. ഇനി ചിലർ പറയും 18 വയസ്സ് പ്രായമുള്ളപ്പോൾ കൊന്നതോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് ഇപ്പോഴും ഉറപ്പില്ലാത്ത ഉർവശി ശോഭയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹതഭാഗ്യ എന്ന് പറയും.